എൻ്റെ അപ്പനും വരുന്നത് എറണാകുളം അങ്കമാലിയുടെ അതിരൂപതയുടെ കാതിക്കുടം സെൻറ്റ് മേരീസ് ഫൊറോന പള്ളിയുടെ കീഴിലുള്ള കാതിക്കുടം ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് പറയാനുള്ളത്, ഞങ്ങളൊരു മരിയൻ കുടുംബം ഭക്തരാണ്. 20 വർഷങ്ങളായി എനിക്ക് വേണ്ടി ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നു. 2004 തൊട്ട് 2024 വരെ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നു. ഞാൻ ഒരു ഡിസേബിൾഡായ ഒരാളായിരുന്നു. കാലുകളൊക്കെ എൻ്റെ നടക്കാൻ പറ്റാതെ ഉള്ളൊരവസ്ഥയായിരുന്നു. അന്ന് അമ്മയ്ക്ക് പരിചയമുള്ള കുറച്ച് സിസ്റ്റർമാരൊക്കെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് എൻ്റെ 2 കാലുകളും നിവർത്താനും ചികിത്സയും ഒക്കെ കിട്ടി നടക്കാൻ കഴിഞ്ഞത്. പിന്നീട് 2004 തൊട്ട് ഞാൻ പഠിച്ച് ഓരോ കോഴ്സുകളൊക്കെ പാസ്സായി തൊഴിൽ തേടി സിവിൽ പഠിച്ചു, ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ പഠിച്ചു, മാള IT അന്ന് തൊടി ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയാണ്. ഇന്നോളം കിട്ടിയില്ല. അപ്പോൾ 2019 എൻ്റെ അപ്പൻ ഉടമ്പടി എടുത്തു. എന്നിട്ടും എനിക്ക് ജോലിയൊന്നും കിട്ടിയില്ല. 2024 എൻ്റെ പേരിൽ ഇവിടെ വന്ന് അപ്പൻ്റെ കൂടെ വന്ന് ഇന്നും അപ്പം കൂടെ വന്നിട്ടുണ്ട്, ഒരു ഉടമ്പടി എടുത്തു. ആ ഉടമ്പടി പൂർത്തിയാക്കി ഒരു വർഷം തികയുന്നതിന് മുൻപ് ഭിന്നശേഷിക്കാർക്കായിട്ട് മാതാവിനോടും ഈശോയോടും ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ഭിന്നശേഷിക്കാരായ കുട്ടികളും മാതാപിതാക്കളും ധാരാളം വേദനിക്കുന്നുണ്ട്. അവരുടെ വേദനകളും അസ്വസ്ഥതകളും മാതാവ് ഏറ്റെടുക്കണേ, യേശുവെ ഏറ്റെടുക്കണേ എന്ന് ലൈറ്റിൽ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് വഴി അപേക്ഷ നടത്തി. ഇതിൻ്റെ ഫലമായി ബഹുമാന്യനായ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഇന്ദ്രചൂഡ് സാർ ഒരു വിധി പുറപ്പെടുവിച്ചു. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് എയ്ഡഡ് സ്ഥാപനങ്ങളിൽ ഒരു നിയമനം കൊടുക്കണമെന്ന്. അന്ന് 2019 ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു പോയതിൻ്റെ ഫലമായിട്ട് BA പാസ്സാവുകയും തുടർന്ന് B.Ed പാസ്സാവുകയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോളേജ് എനിക്ക് വേണ്ടി ചാലക്കുടിയിൽ വരികയും അതിലൊരു സീറ്റ് 90% 19% എബോ ഉള്ളവരുടെ ഒപ്പം തന്നെ നിന്നുകൊണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുകൊണ്ട് തന്നെ എനിക്ക് ബിരുദം പാസ്സാവാനും കഴിഞ്ഞു. പിന്നെ അപ്പോഴാണ് അറിയുന്നത് ടീച്ചിങ് എലിജിബിലിറ്റി ടെസ്റ്റ്, ടെറ്റ് പാസ്സാവണം, നെറ്റ് പാസ്സാവണം, സെറ്റ് പാസ്സാവണം. ഇതിലേതെങ്കിലും ഒന്ന് മാതാവ് എനിക്ക് തരണേന്ന് പറയുകയും ടെറ്റ് പാസ്സാവാൻ എന്നെ മാതാവ് അനുഗ്രഹിച്ചു. അതിൻ്റെ ഫലമായിട്ട് B.Ed ടെറ്റും പാസ്സായി കഴിഞ്ഞപ്പോൾ എനിക്കൊരു കൊച്ചു ജോലി. 20 കൊല്ലമായില്ലോ ഞാൻ അലയുന്നു മാതാവേ. ഒരു വിദേശത്തേക്ക് എനിക്ക് പോകാനില്ല, ആരും കൊണ്ടുപോകാനില്ല. ചുറ്റുവട്ടന്ന് നിയറസ്റ്റ് ഒക്കെ ആയാലും ആരും നമുക്ക് ഓപ്പോസിറ്റായിട്ട് വരുമ്പോൾ മാതാവും യേശുവും മാത്രമേ ഉള്ളൂല്ലോ. എനിക്കൊരു കൊച്ചു ജോലി തരാമോ, വിദേശത്തേക്ക് പോകാൻ എനിക്ക് കഴിയില്ലല്ലോ എന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഈ കഴിഞ്ഞ 19/15/2025 എറണാകുളം അങ്കമാലി എറണാകുളം എംപ്ലോയ്മെൻറ്റ് വഴി ഒരു ജോലി കിട്ടുകയും ആ ജോലി താൽക്കാലികമായിട്ട് ധാരാളം ആളുകൾ ഈ ജോലി ഇവന് ഞങ്ങളാണ് വാങ്ങിക്കൊടുത്തേ എന്ന് പറഞ്ഞു രാഷ്ട്രീയക്കാർ. അപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞു, അമ്മേ രാഷ്ട്രീയക്കാരുടെ പ്രേരണയല്ലല്ലോ എനിക്ക് വേണ്ടത്, എൻ്റെ അമ്മ നേരിട്ട് തന്നൂടെ ഒരു കൊച്ചു ജോലി. ഞാൻ എത്രയോ കാലമായി ദാഹിക്കുന്നു, 20 കൊല്ലങ്ങളായില്ലേ. അങ്ങനെ വന്നപ്പോൾ പെട്ടെന്ന് അത് മാറി. സുപ്രീം കോടതിയുടെ ഒരു വക്കീൽ നേരിട്ട് ഇടപെടുകയും കേരള ഗവൺമെൻറ്റിൻ്റെ സമിതി രൂപീകരിക്കുകയും തൃശ്ശൂർ ജില്ല അതിലൊരു ഇൻ്റർവ്യൂ നടത്തുകയും 12/11/2025 നടന്ന ഇൻ്റർവ്യൂവിൽ എൻ്റെ മുത്തിയുടെ നടയിൽ എനിക്ക് വേണ്ടി 32 പേരെ സെലക്ട് ചെയ്തതിൽ അതിലൊരാളായിട്ട് ഈ മാസം എനിക്ക് ജോയിൻ ചെയ്യാൻ കഴിഞ്ഞു. ഞാൻ ജോലി ചെയ്തു എന്ന്